മതസാമുദായിക സംഘടനകളുടെ വിവിധ പരിപാടികളിൽ പല കോൺഗ്രസ് നേതാക്കളും പങ്കെടുക്കുന്നുണ്ട്. ഇപ്പോൾ വി.ഡി. സതീശൻ പങ്കെടുക്കുന്നുണ്ട്, രമേശ് ചെന്നിത്തല പങ്കെടുക്കുന്നുണ്ട്. അതൊരു മത്സരത്തിലേക്ക് പോകുന്നത് പോലെ അങ്ങേക്ക് തോന്നുന്നുണ്ടോ? അതൊരു മത്സരമാക്കുന്നത് എൻ്റെ അഭിപ്രായത്തിൽ ചാനലുകാരാണ്. കാരണം സംഘടനകളുടെ യോഗങ്ങളിൽ വി.ഡി. സതീശനെ വിളിക്കുന്നുണ്ട്, രമേശ് ചെന്നിത്തല വിളിക്കുന്നുണ്ട്. എത്രയോ യോഗങ്ങളിൽ ഞാൻ പങ്കെടുത്തിരിക്കുന്നു. NSSൻ്റെ ജന്മശതാബ്ദി യോഗത്തിൽ ഞാൻ പങ്കെടുത്ത് പ്രസംഗിച്ചിട്ടുണ്ട്. വേറെയും പല നേതാക്കന്മാർ വിളിക്കുന്നുണ്ട്. അതൊന്നും മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെടുത്തേണ്ട കാര്യമേ അല്ല. ഓരോ മതസംഘടനയും അവർക്ക് താല്പര്യമുള്ളവരെ അവരതിന് സമ്മേളനത്തിന് ക്ഷണിക്കും. അതും മുഖ്യമന്ത്രി സ്ഥാനവുമായി ഒരു ബന്ധവുമില്ല. അത് സതീശനെ വിളിച്ചാലും രമേശിനെ വിളിച്ചാലും പിന്നെ ശശി തരൂരിനെയും കഴിഞ്ഞ വർഷം NSS ജന്മശതാബ്ദിക്ക് ജന്മദിനത്തിന് വിളിച്ചല്ലോ. അപ്പോൾ അത് ഒന്നും മുഖ്യമന്ത്രിയാകാനുള്ളതിൻ്റെ ഒരു ആദ്യപടിയായി വ്യാഖ്യാനിക്കുന്നത് തെറ്റാണ്. ആ നേതാക്കൾ ആരും അത് വ്യാഖ്യാനിക്കുന്നില്ല. ഇത് ചാനലുകളാണ്, മാധ്യമങ്ങളാണ് അത്തരം വ്യാഖ്യാനങ്ങൾ കൊടുക്കുന്നത്. ഇപ്പോൾ AICC നേതൃത്വം മുല്ലപ്പള്ളി രാമചന്ദ്രൻ, VM സുധീരൻ, മുൻ കേന്ദ്രമന്ത്രിമാർ, അങ്ങനെയുള്ള ആളുകളെയൊക്കെ ഈ വരുന്ന തെരഞ്ഞെടുപ്പുകൾ മുന്നിൽ കണ്ടുകൊണ്ട് സജീവമായി ഇറക്കാൻ ഒരു തീരുമാനത്തിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ മുല്ലപ്പള്ളി രാമചന്ദ്രനായാലും VM സുധീരനായാലും അങ്ങയുടെ ഒരു അഭിപ്രായത്തിൽ അവരുടെയൊക്കെ ഒരു പ്രതികരണം എങ്ങനെയായിരിക്കാം ഇനി വരും മണിക്കൂറുകളിൽ? അല്ല, എനിക്ക് അതിനകത്ത് അവരുടെ കാര്യങ്ങൾ അവരാ പറയേണ്ടത്. പക്ഷേ എനിക്ക് പൊതുവായുള്ള അഭിപ്രായം, അതായത് മുൻകാല നേതാക്കളോ ഒന്നും ഈ തെരഞ്ഞെടുപ്പിൽ നിന്ന് മാറ്റി നിർത്തും. അവർ മത്സരിക്കണമെന്നല്ല, ഇലക്ഷൻ പാർട്ടിയെ ജയിപ്പിക്കാനുള്ള ക്യാമ്പയിൻ അവരെല്ലാം ശക്തമായി വരണം. അവർ സ്ഥാനാർത്ഥിത്വമോ സ്ഥാനം ചോദിക്കാൻ പാടില്ല, ചോദിക്കുന്നുമില്ല ആരും. പക്ഷേ ജയിപ്പിക്കാനുള്ള ക്യാമ്പയിനകത്ത് അവരെല്ലാവരും സജീവമാക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. അതിന് AICC ആവശ്യപ്പെട്ടാലും ഇല്ലെങ്കിലും സജീവമാകണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഒരു ചോദ്യം കൂടി. നേരത്തെ AI ഗ്രൂപ്പുകൾ സജീവമായിരുന്നല്ലോ കോൺഗ്രസിൽ. ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ഒരു ഭാഗത്ത് നിൽക്കുന്നു, ചില കേന്ദ്രങ്ങൾ മറുഭാഗത്ത് നിൽക്കുന്നു. അങ്ങനെ ഒരു തർക്കമുണ്ട് എന്ന് അങ്ങ് കരുതുന്നുണ്ടോ? അല്ല, ഒരു കാലത്ത് ഞാൻ A ഗ്രൂപ്പിൽ സജീവമായി വർക്ക് ചെയ്തിരുന്ന ആളാണ്, AK ആൻ്റണി. അത് കഴിഞ്ഞ് കുറേ വർഷങ്ങളായി ഗ്രൂപ്പ് പ്രവർത്തനം പാർട്ടിക്ക് ദോഷം ചെയ്യുന്നു എന്ന് കണ്ടപ്പോൾ അതിൽ നിന്ന് മാറി ഒരു ഗ്രൂപ്പും ഇല്ലാതെ നിൽക്കുന്ന ആളാണ്. ഒരു 15 വർഷമായിട്ട് ഞാൻ എല്ലാത്തരം ഗ്രൂപ്പ് പ്രവർത്തനത്തിനും എതിരാണ്, ഗ്രൂപ്പിന് അതീതമായി. എന്നാലും പാർട്ടിയിൽ ഇപ്പോൾ ഗ്രൂപ്പ് പ്രവർത്തനം നടക്കുന്നുണ്ട്. അതെ, പക്ഷേ അതിന് വലിയ പിന്തുണയോ അംഗീകാരമോ ഇല്ല. ഗ്രൂപ്പ് എന്ന് പറയുന്ന തരത്തിൽ ഇന്ന് പ്രവർത്തിക്കുന്നവരും അങ്ങനെ ഉള്ളവരും ആ ഗ്രൂപ്പിന് അതീതമായി പ്രവർത്തിക്കണം. പാർട്ടിയാണ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് പാർട്ടിയാണ് ഗ്രൂപ്പ് എന്ന കാഴ്ചപ്പാടോടെ പ്രവർത്തിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം.